ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ചെറിയൊരു ഗ്ലിംസോ എല്ലാവരും ഞെട്ടിച്ച പ്രഭാസ് നായകനായ കൽക്കി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് പറയുന്ന മുന്നേ കുറച്ച് കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ഇന്ത്യൻ മെയ്ഡ് സിനിമയാണ്. അപ്പോൾ അത്യാവശ്യം നിലവാരത്തിലുള്ള ഗ്രാഫിക്സ് ആണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ ലോജിക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ സിനിമ എന്നാണ് പറഞ്ഞത്, സോറി മാറിപ്പോയി, ട്രെയിലർ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഡ്യൂണിൻ്റെ സീക്വൻസ് എല്ലാം കയറി വരുന്നുണ്ട്. അത് ഒന്നാമത്തെ നെഗറ്റീവ് പോയിന്റ് ആണ്. പിന്നെ സിനിമയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്ന ആക്ടേഴ്സിനെ നമുക്ക് എവിടെയും ട്രെയിലർ കാണാൻ പറ്റിയില്ല. പക്ഷെ കുറച്ച് ആക്ടേഴ്സിനെ ട്രെയിലർ കാണാനും പറ്റി. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സിനിമയിലുള്ള ഗ്രാഫിക്സ് ഒക്കെയാണ് പറഞ്ഞത്. അവിടെ മാറ്റി വെച്ചേക്ക് എൻ്റെ മോനെ, ഇതാണ് മോനെ ഗ്രാഫിക്സ്. പ്രഭാസ് മുന്നേ അഭിനയിച്ച ആദിപുരുഷ സിനിമയില്ല, അതൊക്കെ കൊണ്ട് വല്ല ചവറിലും കൊണ്ടുവരും. ആദിപുരുഷൊക്കെ 500-600 കോടിയെന്ന് പറഞ്ഞത് എന്തെങ്കിലും കാര്യമുണ്ട്? അമ്മാതിരി ഒരു മറ്റൊരു ഗ്രാഫിക്സാണ് നമ്മളെല്ലാം കാണിച്ചു തന്നത്. പക്ഷേ ഇവന്മാർ പറയുന്നുണ്ട് 700-750 കോടിയാണ്. പക്ഷെ ഇവന്മാർ അമ്മാതിരി പണിയെടുത്താണ് ഗ്രാഫിക്സ്, അമ്മാതിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അമ്മാതിരി ക്രിയേഷൻസ്. പിന്നെ കോമഡീസ് ആയിട്ടുള്ള തെലുങ്കിലെ ആക്ടേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന പ്രഭാസിൻ്റെ ആ ഒരു ഗെറ്റപ്പ് എനിക്ക് ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമയിൽ ദിശ പട്ടാനയൊക്കെ ഉണ്ട്. അതിൽ പ്രഭാസിൻ്റെ നായികയായിട്ടായിരിക്കും ചിലപ്പോൾ അത് വരുന്നത്. സിനിമയിൽ നായികയായിട്ട് വരുന്നത് ദീപിക പദുക്കോണാണ്. എൻ്റെ മോനെ. പിന്നെ വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഞാൻ ഫാനായി പോയത് ബുജ്ജി എന്ന് പറയുന്ന കഥാപാത്രം, പിന്നെ ആ കാറുമാണ്. ശരിക്കും എനിക്ക് മൈൻഡ് ബ്ലോയിങ് തന്നെയാണ്. ഇവന്മാർക്ക് ഇതൊക്കെ ഇന്ത്യയിൽ നിർമ്മിച്ചുകൂടെ? അതൊന്നും വീട് സമ്മതിക്കത്തില്ല. പിന്നെ മലയാളി ആക്ടേഴ്സ് കുറേ പേരുണ്ട്. അന്നാബനുണ്ട്, പിന്നെ ശോഭന മാം ഉണ്ട് സിനിമയിൽ. നമ്മുടെ അന്നാബനാണ് ഈ ബൈക്ക് കുറച്ച് സാധനത്തിൽ കൂടെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തന്നെ പറ, നിങ്ങൾ ട്രെയിലർ കണ്ടതല്ലേ? ഇതൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണെന്ന് പറയുമോ? എൻ്റെ ഒരു അത്രയ്ക്കും വലിയൊരു സിനിമ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. പിന്നെ അടുത്ത് പറയുന്നത്, നമ്മുടെ കമൽഹാസൻ ഉണ്ട്, ഉലകനായ കമൽഹാസൻ സിനിമയിലുണ്ട്. ചെറിയൊരു 10-15 മിനിറ്റിൻ്റെ സീൻ മാത്രമേ പുള്ളിക്കാരന് സിനിമയിലുള്ളൂ. അതും ക്ലൈമാക്സ് മാത്രമായിരിക്കും വരുന്നത്. സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡായി. പിന്നെ ഫ്രണ്ട്സ്, പ്ലീസ്, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. സിനിമ ഇറങ്ങുന്നത് ജൂൺ മാസം 27-ാം തീയതി ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടി കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്തേക്ക്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.